പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ ഫെയർ കാണാൻ വേണ്ടി, നയാഗ്ര വാട്ടർഫോൾസ് ആൻഡ് സുറൈൽ വാട്ടർഫോൾസ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പോവുകയാണ്. ഇച്ചുകുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നടക്കുകയാണ് ഉള്ളിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. ഇച്ചുകുട്ടി അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി ഓടി അതിൻ്റെ മുന്നിൽ പോയി നിന്ന് എന്നെ വീഡിയോ എടുക്കാൻ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് മക്കളെ കാണേണ്ട കാഴ്ച തന്നെയാണ്, ആരും മിസ് ചെയ്യാൻ നിൽക്കേണ്ട. വീഡിയോയിലുള്ള പോലെയല്ല, അടിപൊളിയാണ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂ ആണ്. ഉള്ളിൽ ഇങ്ങനെ കുറേ വാൾപേപ്പേഴ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഇതാണ് ഇനി രണ്ടാമത്തെ വാട്ടർഫോൾസ്. ഈ വാട്ടർഫോൾസിൽ എല്ലാവർക്കും കളിക്കാൻ പറ്റും. ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. നല്ല ചാറ്റൽ മഴ പോലെ ഇങ്ങനെ പെയ്യുന്ന, മുഖത്തൊക്കെ തെറിക്കുന്നു. അങ്ങനെ അതിൻ്റെ താഴെ ഞങ്ങൾ പോയി നിന്നു. അവൾ ആദ്യം ഒന്ന് മടിച്ചിരുന്ന് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറുങ്ങനെ ഒരു ചാറ്റൽ മഴ പോലെ മേത്തേക്ക് വെള്ളം തെറിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അവളിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവൾ ഓക്കെ ആയി. ചെരുപ്പൊക്കെ അയച്ചിട്ട്, ഞാൻ ചെരുപ്പ് അയക്കട്ടെ എന്ന് എന്നോട് ചോദിക്കുകയാണത്. ചെരുപ്പൊക്കെ അഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി കളിക്കാൻ തുടങ്ങി. ആ വെള്ളം വരുന്ന അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഹോള്. പിന്നെ അവൾ മുകളിലേക്ക് കയറി പോവുക. അപ്പോൾ മാറ്റാൻ വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിക്കോ, ഇല്ലേ കുപ്പായൊക്കെ നനയും, വേറെ ഡ്രസ്സ് ഇല്ലാത്തതാണെന്ന് പറഞ്ഞപ്പോൾ അവൾ മെല്ലെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി. ഇച്ചുകുട്ടി അതൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി. അതിൻ്റെ ഉള്ളിലൊക്കെ ഓടി കയറി നോക്കുകയാണ് ഇതൊക്കെ എന്താണ്. കുട്ടികളൊക്കെ ഇതിലൊക്കെ ഓടുന്നുണ്ട്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സെക്ഷനിലേക്ക് വേണ്ടി പോവുകയാണ്. ഈ സെക്ഷനിൽ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു കോഴിയെ ഞാൻ കണ്ടു. വാലൊക്കെ ഉള്ള കോഴി തന്നെ ആയിരിക്കാം. കുറേ പ്രാവുകളുണ്ട് നടക്കുന്ന, അതിലേതിലൊക്കെ ആയിട്ട് നല്ല വെറൈറ്റി പ്രാവുകൾ, കുറേ കുഞ്ഞു പക്ഷികൾ മുകളിൽ കൂടെ പറക്കുന്നുണ്ട്. പിന്നെ നേരെ മുന്നിൽ ഫോട്ടോ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പക്ഷികളുണ്ട് പല വിധത്തിലുള്ള. പിന്നെ ഇഗ്വാന, അതിനെയൊക്കെ കയ്യിലൊക്കെ എടുത്ത് ഫോട്ടോസ് എടുക്കുക. അതിന് എക്സ്ട്രാ പൈസ നമ്മളവിടെ കൊടുക്കണം, എന്നാൽ മാത്രമേ അത് പറ്റൂ. നേരത്തെ കണ്ട കോഴീൻ്റെ വേറൊരു കോഴിയാണ് ഈ കാണുന്നത്. അതിന് വലിയ തൂവലൊക്കെ ഉണ്ട്. പിന്നെ 2 പ്രാവുണ്ട് അവിടെ. പിന്നെ നല്ല ലൈറ്റിങ്സൊക്കെ ആയിരുന്നു. എല്ലാ ചെടീൻ്റെ ഇടയിലും ലൈറ്റിങ്സൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു. കിളികളുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡ് വന്നപ്പോൾ ഉണ്ട് അവിടെ കുറേ പെറ്റ്സിനെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ യെല്ലോ കളർ ഇഗ്വാന. പൊതുവെ എല്ലായിടത്തും പച്ച കളർ ഇഗ്വാനേനെ കണ്ടിട്ടുണ്ട്. ഇത് യെല്ലോ കളറ് ഇഗ്വാന. പിന്നെ ഒരു പെട്ടിയിലായിട്ട് കുറച്ച് എലിക്കുട്ടികളെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ മക്കാവും ഉണ്ട്. അതിനൊക്കെ നമ്മൾ കയ്യിൽ എടുക്കണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. 50 രൂപ എങ്ങാനാണ് ചാർജ്. ഓരോരോ ആൾക്കാർ അങ്ങനെ പ്രത്യേക പൈസ കൊടുത്തിട്ട് അതിൻ്റെ കയ്യിലുള്ളത് ഷുഗർ ഗ്ലൈഡറാണ്. അതിന് ഫീഡൊക്കെ കൊടുത്തിട്ട് കയ്യിൽ വെച്ച് അത് ഫീഡ് ചെയ്യാണ്. പിന്നെ കണ്ടത് നല്ല വെറൈറ്റി കോഴികളെയാണ്, 3 എണ്ണം. അതിൽ 2 എണ്ണം പ്യുവർ വൈറ്റും വേറത് ഒരു മിക്സഡ് കളറാണ്. അതിൻ്റെ കാലിലൊക്കെ ചിറകുണ്ട്. അത് നമ്മൾ സാധാരണ കോഴികളെ പോലെയല്ല, നല്ല തക്കടുമുണ്ടൻ കോഴികളാണ് കാണാൻ തന്നെ. പിന്നെ മരത്തിലൊക്കെ കുഞ്ഞു കുഞ്ഞു തത്തകളുണ്ട്. നമ്മളെ നാടൻ തത്തകളല്ല, വെറൈറ്റി തത്തകൾ. പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ടേക്ക് കടന്നു. ആ സെക്ഷനിൽ ആ ബട്ടർഫ്ലൈക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ ഊഞ്ഞാലാടുന്നതിനനുസരിച്ച് ബട്ടർഫ്ലൈ മൂവ് ആവാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും അതിൽ ഇരുന്ന് ഊഞ്ഞാലാടാണ്. അതിന് കണക്കായിട്ട് അത് മൂവ് ചെയ്യും. ആ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫർണിച്ചറിൻ്റെ സെക്ഷനാണ്. ആ ഭാഗത്ത് ഡിസ്കൗണ്ട് സെയിലിലിട്ട ഫർണിച്ചറാണ്, എല്ലാം സെറ്റായിട്ട് വരുന്നതാണ്. പിന്നെ അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഓരോരോ സെക്ഷൻസാണ്, ഓരോരോ കച്ചവടങ്ങളാണ്. ഫാൻസി ഉണ്ട്, ബുക്സ് ഉണ്ട്, തക്കാളി മുറുക്ക്, പട്ടാണി കടല, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ അലുവ. പിന്നെ പെൻസിലും പെന്നൊക്കെ കണ്ടപ്പോൾ അതൊക്കെ നിന്ന് എടുത്തു നോക്കി. അങ്ങനെ അതൊന്നും കണ്ട് ഞാൻ വാശി പിടിച്ച് കരയൊന്നുമില്ല.
അതൊക്കെ ഒന്ന് കാണണം എന്നുള്ളൊരു ഇഷ്ടം മാത്രമേ ഉണ്ടാവൂ. അതൊക്കെ എടുത്ത് നോക്കി അതുപോലെ അവിടെ വെച്ച് പിന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി. പിന്നെ കണ്ടത് കുറേ മുട്ടായി സെക്ഷനാണ്. മുട്ടായി സെക്ഷനൊക്കെ നോക്കി അതിൻ്റെ അടുത്ത് ഫാൻസി ആയിരുന്നു, ടോയ്സിൻ്റെ കടയായിരുന്നു. ടോയ്സ് കണ്ട് അതൊക്കെ തൊട്ട് നോക്കി. പിന്നെ അവിടുന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. പിന്നെ ഉണ്ടായ പാത്രങ്ങൾ, സോളാറ്, ബാഗ്, ചെരുപ്പ്, ചുരിദാർ, അതിൻ്റെയൊക്കെ സെക്ഷനായിരുന്നു. പിന്നെ ഇവിടെ നല്ലൊരു ഫാൻസി ഉണ്ടായിരുന്നു, ഒരുപാട് നല്ല ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു, മാല ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അവൾക്കൊരു ഹെയർ ബാൻഡ് ഞങ്ങളെടുത്തു. അതിലൊരു ബൈനോക്കുലർ കണ്ടിട്ട് അവൾ അത് കൂടെ എടുത്ത് നോക്കുകയാണ്. പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം ഫുഡ് കോർട്ട് എത്തി. അങ്ങനെ അവിടെ എന്തൊക്കെയോ നല്ല ചൂട് ചൂട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ വാങ്ങിയത് ഇച്ചുവിന് കോളിഫ്ലവർ പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങി. പിന്നെ ബേൽപുരിയാണ് വാങ്ങിയത്. ബേൽപുരി അത്ര രസമായിട്ടില്ല. ഞങ്ങളപ്പോൾ അതൊക്കെ എടുത്ത് അവിടെ ഇരുന്ന് തന്നെ കഴിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. കസേരയും ടേബിളൊക്കെ വെച്ച് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി. പിന്നെ അവൾക്കൊരു സർപ്രൈസ് വാങ്ങിക്കൊടുത്തു. അത് പൊട്ടറ്റോ ഫ്രൈ ആണ്. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസം. അങ്ങനെ ക്രിസ്പി ആയിട്ടൊന്നും ഇരിക്കില്ല, പക്ഷെ കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ കോളിഫ്ലവർ അങ്ങോട്ട് മാറ്റി വെച്ചു, അത് കഴിക്കാൻ തുടങ്ങി. നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെയുള്ളത് ഫുള്ള് കുട്ടികളുടെ സെക്ഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.